മലയാളം സംസാരിക്കുന്ന ഒരു ബംഗ്ലാദേശിയെ പരിചയപ്പെടുത്തി തരാം. പിന്നെ എന്തുള്ള വിശേഷം? അങ്ങനെ അറബി ശരിയാ. അറബി പഠിച്ചോ? അറബി പഠിച്ചു. അറബി ഭയങ്കര 12 ആണ്. നമ്മള് അജ്മാലിൽ ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വന്നപ്പോ ഒന്ന് ചായ കുടിക്കാൻ കഫ്റ്റീരിയ കയറിയതാണ്. ഓർഡർ എടുക്കാൻ വന്നത് ഇദ്ദേഹമാണ്. അത് ഞാൻ വിചാരിച്ചു മലയാളിയാണെന്ന്. സംസാരിച്ച് വന്നപ്പോഴാണ് പിന്നെ ബംഗ്ലാദേശി ആണ് എന്ന് മനസ്സിലാവുന്നത്. എന്താ പേര്? അബ്ദുൽ ഗഫാർ. മലയാളി ഇപ്പോ 2 കൊല്ലായി അവിടെ ദുബായില്. എങ്ങനെയാ എന്നാലും എത്ര പേരുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ? അവിടെ 12 ആണ്. 12 പേര് മലയാളികളാണ്. ആ മലയാളി. പിന്നെ എന്തുള്ള വിശേഷം? ഓ സുഖായിട്ട്. സുഖല്ലേ? ഫുഡ് കഴിച്ചാ? പിന്നെ യാണ് വേറെ നമുക്ക് അറിയില്ല. കാസർഗോഡ് നിന്നുള്ള ആളുകളൊക്കെയാണ് ഇവിടെ കൂടുതൽ. കാസർഗോഡാണ് ആളുണ്ട്. കാസർഗോഡ് സ്ലാങ് ആണ് ഇടയ്ക്ക് കയറി വരുന്നത്. കാസർഗോഡ് ഫുള്ള് അടുത്ത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പം മലയാളി അങ്ങനെ സംശയിക്കും ഫുള്ള്. ഞാൻ ചോദിക്കാം, എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ഷോർമ ഉണ്ട്, ബർഗർ ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, ഫുള്ള്. ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ആശാൻ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാണ് മലയാളത്തിൽ. അജ്മാലിലെ ജീവിതം ആവശ്യമില്ല. ആ നല്ലോ. അറബി പഠിച്ചോ? عربي برتي عربي بنقرا انا يجي دخل الامارات وما 2 سنه الحمد لله لكن مره حلو زين بعد الحمد لله انا يعرف അങ്ങനെ അറബിയൊക്കെ ഇതൊക്കെ എന്ത്. ഇവിടെ കൂടുതൽ വരുന്നത് അറബികളാണ്. അറബി പഠിച്ച നല്ലോ അവിടെ. ആളുടെ മലയാളം സത്യം പറഞ്ഞാല് ഒന്ന് ഡെവലപ്പ് ആയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ ചില വാക്കുകൾ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ ഫുഡ് ഓർഡർ എടുക്കാൻ വന്ന സമയത്ത് പുള്ളി സംസാരിച്ച മലയാളമൊക്കെ നല്ല ഫ്ലുവന്റ് ആയിരുന്നു. കാരണം ഡെയിലി ഓർഡർ ചെയ്യാൻ വരുന്ന സമയത്ത് സംസാരിച്ചുള്ള ഒരു ഫ്ലുവൻസി. പക്ഷെ അല്ലാതെ നമ്മൾ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ആൾക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ആ എങ്ക കൊടുത്തോ ശരിയാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.